ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ലെയർ എഡ്ജ് ടെസ്റ്റ്നെറ്റിൻ്റെ ഫേസ് 2 എങ്ങനെ ഫാം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മുൻപിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഡൗട്ട്, ഫേസ് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് മാത്രമാണോ ഫേസ് 2 പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ ഇതുവരെ ലെയർ എഡ്ജ് ഫാം ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെയർ എഡ്ജ് ടെസ്റ്റ്നെറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫേസ് 1 ചെയ്തവർക്ക് എന്താണ് അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ് 1 എന്താണ് കൂടുതൽ പോയിന്റ്സ് നമ്മൾ ഫാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാരി ഓവർ ആയിട്ടുണ്ട്. നമുക്ക് ഫേസ് 1 കൂട്ടും, ഫേസ് 2 കൂട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇനി ലേറ്റ് ആക്കാതിരിക്കുക. നമുക്ക് ഒരു മാസം കൂടി ഈ ഒരു ഫേസ് 2 അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ റൺ ചെയ്താൽ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോയിന്റ്സ് കിട്ടും. ഓരോ ദിവസവും 12 മണിക്കൂർ നമുക്ക് ഈ ഒരു പോയിന്റ് കൂടുള്ളൂ. ഓക്കെ, 24 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വന്ന് സ്റ്റാർട്ട് നോഡ് അടിക്കണം. പക്ഷേ നമുക്ക് 12 മണിക്കൂർ മാത്രമാണ് ഈ ഒരു ഡെയിലി ഈ ഒരു നോഡ് റൺ ആവുകയും നമുക്ക് പോയിന്റ്സ് കിട്ടുകയും ചെയ്യാം. ഓക്കെ, ലെയർ എഡ്ജിൻ്റെ ഫേസ് 2 റൺ ആകാൻ പോകുന്നത് മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെയാണ്. അത് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ട് ചിലപ്പോൾ അടുത്തൊരു മാസം വരെ അല്ലെങ്കിൽ മാർച്ച് കഴിയുന്നത് വരെയൊക്കെ എക്സ്റ്റെൻഡ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇവർ ഫേസ് 1 ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. വരുന്നിടത്തോളം കാലം നമുക്ക് പോയിന്റ്സ് എടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് വേസ്റ്റ് ആക്കാതിരിക്കുക. അപ്പോൾ ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, പുതിയ 4-5 ടാസ്കുകൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OG പാസ് അല്ലെങ്കിൽ OG പ്ലഡ്ജ് പാസ് മിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറും 23 മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാസ് മിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് പോയിന്റ്സ്, നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിൽ പോയിന്റ്സ് കിട്ടുന്നുണ്ടല്ലോ ഓരോ 24 മണിക്കൂറിലും, അത് 3 ഇരട്ടിയാവും. ഓക്കെ, നമുക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോയിന്റിൻ്റെ 3 ഇരട്ടിയായിരിക്കും നമുക്ക് ഓരോ മണിക്കൂറിലും കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം 10,000 പോയിന്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 30,000 പോയിന്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇനി അങ്ങോട്ടേക്ക് ബൂസ്റ്റ് ചെയ്യപ്പെടും. അല്ലാതെ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആവുകയല്ല ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് വരുന്ന പോയിന്റ്സ് ഈ ഒരു 3x ബൂസ്റ്റിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു OG പാസ് മിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ $2 വർത്തായുള്ള ഇതുവരെ നമുക്ക് ആവശ്യമാണ്. ബേസ് നെറ്റ്വർക്കിലാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപായിട്ട് തന്നെ ഈ $2 നിങ്ങൾ മുടക്കുന്നുണ്ടെങ്കിൽ 100% മിൻറ്റ് ഫീസ് റീഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, TGEയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ചിലവും ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ $2 കൊടുക്കുന്നുണ്ടെങ്കിൽ $2 എന്ത് ചെയ്യും, TGEൻ്റെ സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടും. 100% റീഫണ്ട് എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ബേസ് നെറ്റ്വർക്കിലേക്ക് ഇതുവരെയും കൊണ്ടുവരാമെന്നൊക്കെ കാണിച്ചു തരാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവസാനത്തിലേക്ക് പോകാം. അതാകുമ്പോൾ അറിയുന്നവർക്ക് കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻറ്റ് പ്ലഡ്ജ് പാസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.2x ബൂസ്റ്റ്, അതായത് കിട്ടുന്ന പോയിന്റ്സ് 1.2x ഇരട്ടി സ്പീഡിൽ റൺ ആവും, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ മിൻറ്റും 1 മണിക്കൂറും 21 മിനിറ്റും കഴിയുമ്പോൾ സ്റ്റാർട്ടാവും. ഇത് ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് ഒരു ഗ്യാസ് ഫീയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ഫ്രീ ആയിട്ട് മിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിൻറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് എ പ്രൂഫ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും പ്രൂഫ് എന്ന് പറയുന്ന സംഭവം, അത് തന്നെയാണ് ഈ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്, ഓക്കെ, അത്രയും കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ജസ്റ്റ് വേർഡ്സ് ഇങ്ങനെ സ്പാം ചെയ്ത് അടിച്ചു കൊടുക്കരുത്. അതെന്ത് ചെയ്യും, ബോട്ട് ആക്ടിവിറ്റി ആയിട്ട് ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് കൊടുക്കുക. 250 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സെൻഡ് പ്രൂഫ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാലറ്റിൽ കൺഫർമേഷൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന OKX വാലറ്റ് ആണ്. നിങ്ങൾക്ക് മെറ്റാമാസ്ക്, OKX വാലറ്റ്, അതുപോലെ തന്നെ ഏത് EVM വാലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്ന വാലറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ പ്രൂഫിൻ്റെ സബ്മിഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പ്രൂഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റിലാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പ്രൂഫും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ടെസ്റ്റ്നെറ്റ് മോഡാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ഒറിജിനലായിട്ട് വെരിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു സിസ്റ്റം ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ടെസ്റ്റ്നെറ്റ് ആണല്ലോ. ടെസ്റ്റ്നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റിംഗ് ചെയ്യാണ്. എന്നിട്ട് ടാസ്കിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കംപ്ലീറ്റ് ദി ടാസ്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺഫർമേഷൻ വരും. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ മതി. 2000 പോയിന്റ് നമുക്കത് ചെയ്തതിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്ക്, ഈ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുകയും ഇവിടെ വന്ന് കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യുക. കാരണം എന്താണ്, എല്ലാ പ്രാവശ്യവും ഒറ്റ പ്രാവശ്യം തന്നെ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ടെസ്റ്റ്നെറ്റ് ആണ്, എറേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു എറർ കാണുമ്പോഴത്തേക്ക് ഒഴിവാക്കി പോകരുത്. അപ്പോൾ നിങ്ങൾ മാത്രം പുറകിലായി പോകും. ഓക്കെ, അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ റൺ എ ബ്രൗസർ ബേസ്ഡ് ലൈറ്റ് നോഡ് എന്നുള്ളതാണ്. ഓക്കെ, അതെന്ത് ചെയ്യുക, വെരിഫൈ ബ്രൗസർ ബേസ്ഡ് ലൈറ്റ് നോഡ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ കൺഫർമേഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇന്ത്യ കൺഫേം കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്ത ടാസ്ക് എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്, ലൈറ്റ് നോഡ് ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് നോഡ് റൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡിൽ നമ്മൾ എന്നും വന്ന് സ്റ്റാർട്ട് അടിക്കുന്നില്ലേ, അതാണ് ലൈറ്റ് നോഡ്.
അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 ടാസ്കുകളും കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് യുവർ CLI ലൈറ്റ് ക്ലയൻറ്റ് ടു യുവർ വാലറ്റ് എന്നുള്ളതാണ്. ഓക്കെ, 5000 പോയിന്റ് നമുക്ക് കിട്ടും. ഇവിടെ പറയുന്നത് എത്ര ഉള്ളൂ, ഓപ്പറേറ്റ് CLI ബേസ്ഡ് ലൈറ്റ് ക്ലയൻറ്റ് ടു വെരിഫൈ റാൻഡം പ്രൂഫ്സ് വിത്ത് 24 hour അപ് ടൈം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ CLI ബേസ്ഡ്, അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളൂ, ഞാൻ ജസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇവിടെ CMD എന്ന് അടിച്ച് കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. ഇതാണ് നമുക്ക് CLI ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ പുറകിൽ കാണുന്ന ഇൻ്റർഫേസ്, ബട്ടൺസ്, കളേഴ്സ്, ഇതെല്ലാം പറയുന്ന പേരാണ് GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമുക്കെല്ലാം കാണാൻ പറ്റും. പക്ഷേ CLI എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അത് കാണിച്ചു തരാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം, കമ്മിങ് സൂൺ ആണ്, ഇത് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, എങ്ങനെ ഈ CLI ലൈറ്റ് ക്ലയൻറ്റ് നമ്മുടെ വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ മറക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് നിലവിൽ ചെയ്യാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ മിൻറ്റിൻ്റെ കേസാണ്. മിൻറ്റ് നമുക്ക് വരാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് മിൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലെയർ എഡ്ജിൻ്റെ ഈ ഒരു ബാഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലഡ്ജ് പാസ് എന്ന് പറയുന്ന ബേസ് ചെയിനിൽ വരുന്ന ഇതേറിയം ഫീ 0.0009 ഇതേറിയം നമുക്ക് ഈ ഒരു പാസിൻ്റെ മിൻറ്റിംഗ് ഫീ ആയിട്ടും വേണം. പ്ലസ് കുറച്ച് ഗ്യാസ് ഫീയും ഉണ്ടാവും. നമ്മളെ ബേസ് ചെയിൻ്റെ കുറച്ചൊരു ഗ്യാസ് ഫീ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എറൗണ്ട് മാക്സിമം ഒരു $2 ആണ് ഈ ഒരു ഇതേറിയത്തിന് വരിക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഫീ ആയിട്ട് ചിലപ്പോൾ $1, മാക്സിമം $1 വന്നേക്കാം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ലോഡിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു $3 ആയിരിക്കും ചിലവുണ്ടാവുക. അപ്പോൾ ഗ്യാസ് ഫീ ഒഴികെ, നമ്മൾ വെച്ചാൽ നെറ്റ്വർക്ക് ഫീ ഒഴികെ ഈ ഒരു ഇതേറിയം നമുക്ക് TGൻ്റെ സമയത്ത് റീഫണ്ടും ചെയ്യും. ഓക്കെ, ആ കാര്യം ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്. 3x ബൂസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ 100% മിൻ ഫീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TGയിൽ ബാക്ക് തിരിച്ച് കിട്ടും. നമുക്കത് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് മെറ്റാമാസ്ക്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ബേസ് നെറ്റ്വർക്കിലേക്ക് മാറ്റണം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇതേറിയം മെയിൻ നെറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴത്തേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ബേസ്. ഈ ഒരു ബേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസ് നെറ്റ്വർക്കിൽ എത്തി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്രസ്സ് കോപ്പി ചെയ്യുക. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മെറ്റാമാസ്കിൽ അല്ലെങ്കിൽ OKXലും ചെയ്യേണ്ടത്. സെയിം കാര്യങ്ങൾ തന്നെയാണ് രണ്ടിലും ചെയ്യേണ്ടത്. ഞാനിവിടെ OKX ആണ് ചെയ്യുന്നത്. OKX ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഇവിടെ നെറ്റ്വർക്ക് മാറ്റി ഇതേറിയം മാറ്റിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് കാണാൻ പറ്റും. ഓക്കെ, ഇത് കാണാൻ പറ്റും. ബേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് കിട്ടും. ഓക്കെ, ബേസിലേക്ക് കിട്ടും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ ബേസ് നെറ്റ്വർക്കിലുണ്ട്. ഓക്കെ, ചെയ്യേണ്ടത് ഇവിടെ കോപ്പി ബട്ടൺ കാണാം. മെറ്റാമാസ്കിൽ ചെയ്ത പോലെ തന്നെ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. എല്ലാ നെറ്റ്വർക്കിനും അഡ്രസ്സ് സെയിം ആണ്, മാറ്റല്ല. EVM വാലറ്റ് ആണല്ലോ. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സ്ഥലത്താണ് ഈ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് പോകും. പിന്നീട് നമുക്ക് എക്സ്ട്രാ ഗ്യാസ് ഫീയും കാര്യങ്ങളൊക്കെ ചിലവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് BingX എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളതാണ്. സെയിം ഈസി പ്രോസസ്സാണ് എല്ലാ എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്തു, അസറ്റ്സിലേക്ക് പോയി. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ചിലെ വിഡ്രോവൽ ലിമിറ്റ് എന്നുള്ളതാണ്. മിനിമം വിഡ്രോവൽ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് ഏതാണ്, ഇതേറിയാണ്. ഓക്കെ, ഇതേറിയം കോയിനാണ് നമുക്ക് വേണ്ടത്. ETH എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ETH ഇതേറിയം കണ്ടു. അതിനുശേഷം ഓൺ ചെയിൻ വിഡ്രോവൽ കൊടുക്കുക. സെയിം പ്രോസസ്, ചെറിയ ഇൻ്റർഫേസേ മാറ്റം ഉണ്ടാവുള്ളൂ. വേറെ എക്സ്ചേഞ്ചുകളിൽ ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്താലും മതി, അല്ലെങ്കിൽ ഏത് വാലറ്റിൽ നിന്ന് എടുത്താലും മതി. എങ്ങനെയായാലും നമുക്ക് ഇതേറിയം നമ്മുടെ ബേസ് ചെയിനിലേക്ക് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. ഓക്കെ, അഡ്രസ്സ് പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് എൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇത് തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവും. നമുക്ക് ആ ട്രാൻസാക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പോയ എമൗണ്ട് പിന്നെ തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്രസ്സ്, നെറ്റ്വർക്ക്, ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് കിട്ടില്ല. ഓക്കെ, ബ്ലോക്ക് ചെയിനില്ല, ട്രാൻസാക്ഷൻ ലോസ്റ്റ് ആയി പോകും. അപ്പോൾ ഇനി നെറ്റ്വർക്ക്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്. നെറ്റ്വർക്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബേസ് ആണ്. ഇവിടെ കാണാൻ പറ്റും ബേസ്. ഓക്കെ, ഈ ഒരു ബേസ് ചൂസ് ചെയ്ത് കൊടുത്തു. ഈ ഒരു നെറ്റ്വർക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീ കാണാൻ പറ്റും. 0.50 കഴിഞ്ഞതിന് ശേഷം 3 ഇതുവരെ നമുക്ക് വിഡ്രോവൽ ഫീ ആയിട്ടും BingXൽ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എക്സ്ചേഞ്ചിനനുസരിച്ച് ഈ ഒരു ഫീയും വ്യത്യാസപ്പെടും എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ പറയുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒരു 0.002 ഇതുവരെ വിഡ്രോ ചെയ്യാണ്. ഓക്കെ, വിഡ്രോ കൊടുത്തു. അതിനുശേഷം കൺഫേം കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വിഡ്രോവൽ ഇവിടെ സബ്മിറ്റ് ആയി. അതിനുശേഷം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ വിഡ്രോവൽ സക്സസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് കാണാൻ പറ്റും 7 മണിയായപ്പോഴേക്കും കൃത്യമായിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ബേസ് വാലറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും $5.6, $5.15 ആണ് ഈ ഒരു മൊത്തം ഞാൻ വിഡ്രോ ചെയ്ത് ഇതേറിയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ചെയ്യാനുള്ളത്. ഈ 2 പാസുകളും വരുന്ന സമയത്ത് നിങ്ങൾ മിൻറ്റ് ചെയ്യുക. 55 മിനിറ്റാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സമയം ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. മിൻറ്റ് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ മിൻറ്റ് ഓപ്ഷൻ എവിടെയെങ്കിലുമൊക്കെ വരും. ഓക്കെ, വന്നു കഴിഞ്ഞാൽ മിൻറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ടാസ്കിലായിരിക്കും ചിലപ്പോൾ മിൻറ്റ് വരിക. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഇവിടെ കമ്മിങ് സൂൺ എന്നുള്ളത് മിൻറ്റായി മാറും. മിൻറ്റ് കൊടുക്കുക. ഈ ഒരു മെറ്റാമാസ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലറ്റിൽ കൺഫർമേഷൻ വരും. ബേസ് നെറ്റ്വർക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ബേസ് ആണ് നിലവിലുള്ളത്. ബേസ് ആയിരിക്കും വരിക. ഓക്കെ, വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.